പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്നേഹയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് അഞ്ജലി. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം മുന്നിലേക്ക് വന്ന് നിൽക്കുകയും ചെയ്യുന്നു. സത്യങ്ങളെല്ലാം ഇപ്പോൾ മനു അറിയുകയാണ് എങ്കിൽ മനുവിന് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഞാനും മനുവിനെ വിട്ടു പോവുകയാണ് എങ്കിൽ മനു ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. ഇതോടെ എല്ലാവരും ചെയ്യുന്നത് പോലെ ആത്മഹത്യ മനുവും ചെയ്യാൻ കാരണമാകും. മനു ആത്മഹത്യ ചെയ്യുകയാണ് എങ്കിൽ എനിക്കും എന്നോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മനുവിനെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് തൽക്കാലത്തേക്ക് പോവുകയാണ് അഞ്ജലി. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. ജോലിക്ക് വേണ്ടി സ്നേഹ എത്തുമ്പോഴാണ് ഓഫീസിൽ ഡോക്ടറായി ചാർജ് എടുത്തത് പ്രകാശനാണ് എന്ന് തിരിച്ചറിയുന്നത്. ഇതോടെ സ്നേഹ ആകെ ഞെട്ടിപ്പോവുകയും മുഖം മൂടി വെച്ച് ജോലിക്ക് വരികയും ചെയ്യുന്നു. തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള വിചാരത്തോടെയാണ് സ്നേഹ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ രജിസ്റ്റർ പരിശോധിച്ചതിനെ തുടർന്നാണ് സ്നേഹ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രകാശന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇതോടെ പ്രകാശൻ സ്നേഹയെ കാണണം എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് വരുന്നു. പ്രകാശനെ കണ്ടിട്ടും കാണാത്ത പോലെ സ്നേഹ പോകാനൊരുങ്ങുമ്പോഴാണ് പ്രകാശൻ സ്നേഹ എന്ന് വിളിക്കുന്നത്. ഇതോടെ തിരിഞ്ഞു നോക്കുന്ന അവൾ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ്. പ്രകാശൻ മുന്നിലേക്ക് വരികയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ സംസാരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന സ്നേഹയോട് എന്തിനാണ് സ്നേഹ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തതിലൂടെ സ്നേഹ നേടിയത് എന്ന് പ്രകാശൻ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് സ്നേഹ ആകെ തകർന്നു പോയിരിക്കുകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ശരണുമായി എന്ന് സ്നേഹ അറിയിക്കുന്നു. ഒരിക്കലും മനുവിനെ ചതിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ മനുവിൻ്റെ വിവാഹം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആ ജീവിതത്തിൽ ഒരു പ്രശ്നമായി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു തീരുമാനം എടുത്തതുകൊണ്ട് മാത്രമാണ് പുതിയൊരു വിവാഹം ഞാൻ കഴിച്ചത് എന്ന് സ്നേഹ അറിയിച്ചതിനെ തുടർന്ന് ഇത് കേൾക്കുന്ന പ്രകാശനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. സ്നേഹ വരും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ മനു ജീവിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹ അറിഞ്ഞോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അഞ്ജലിയെ കണ്ടിരുന്നു എന്ന് സ്നേഹ മറുപടി നൽകിയിരിക്കുകയാണ്. അവളോട് ഒരിക്കലും മനുവിനെ ഉപേക്ഷിക്കരുത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ അഞ്ജലിക്ക് മറ്റൊരു പ്രണയമുണ്ട്. ഈ കാര്യം മനുവിനും അറിയാം. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് സ്നേഹ. എന്ത്? അതെന്നോടാരും പറഞ്ഞില്ലല്ലോ. അതാണ് മനു നിന്നെ കണ്ട് കാര്യങ്ങൾ പറയുന്നതിനായി ശ്രമിച്ചതാണ്. പക്ഷേ നീ ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. മര്യാദയ്ക്ക് കുറച്ച് സമയം മനുവിന് കൊടുത്തിരുന്നുവെങ്കിൽ മനുവിൻ്റെയും സ്നേഹയുടെയും ജീവിതം മാറി മറിഞ്ഞേനെ. പക്ഷേ അതിന് നീ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഈ ദുരിതമെല്ലാം വന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സ്നേഹ അഞ്ജലി ആരെയാണ് പ്രണയിക്കുന്നത്? അതിന് ഉത്തരം നൽകാൻ എനിക്ക് സാധിക്കുകയില്ല എന്നും പറയുന്ന പ്രകാശൻ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. സ്നേഹയെ പോലെ തന്നെ ഞാനും മനുവിന് നല്ലൊരു ജീവിതം ലഭിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന്
പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ ഇനി ഞാൻ ഒരിക്കലും മനുവിൻ്റെ ജീവിതത്തിൽ ശല്യമായി പോവുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പ്രകാശൻ. എന്നാൽ ഇതേ സമയം കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അഞ്ജലി മനുവിനെ കാണുന്നതിനായി എത്തുന്നു. മനുവിനോട് തൽക്കാലത്തേക്ക് സത്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അഞ്ജലി. അഞ്ജലി തിരികെ വന്നതിനെ തുടർന്ന് അഞ്ജലി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സൂര്യ തിരിച്ചെത്തിയോ? സൂര്യയെ കാണുന്നതിനായി ഞാൻ ഇപ്പോഴും എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇതുവരെ ഒരു ചാൻസ് ലഭിച്ചിട്ടില്ല നിന്റെ സൂര്യയെ കാണുന്നതിനായി. അതുകൊണ്ട് തന്നെ അതിനുള്ള ചാൻസ് എപ്പോഴാണ് എനിക്ക് ലഭിക്കുക? ഉടനെ തന്നെ ലഭിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന അഞ്ജലി എന്താണ് ഇനി പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിന്നു പോവുകയാണ്. സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് എങ്കിൽ ഈ വീട്ടിൽ വലിയൊരു കലഹമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യയെ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ ശരിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മനു ഫോൺ കേടായതുകൊണ്ടാകാം എല്ലാം ശരിയാകുമെന്നും യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നുമുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്നേഹയുടെ കാര്യം എത്ര നാളിങ്ങനെ മറച്ചുവെക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അഞ്ജലിയുടെ മനസ്സിൽ സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മനു അറിയേണ്ടതായി വരും. അത് ഞാനായി തുറന്നു പറയുന്നതല്ലേ നല്ലത്? അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ മനു തകർന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മനുവിനോട് ഞാൻ ചെയ്യുന്ന വലിയ തെറ്റ് തന്നെ ആയിരിക്കും. എന്നെ അത്രയധികം മനു വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അത് ഉറപ്പ് തന്നെയാണ്. ഇതേ തുടർന്നാണ് പുതിയ നീക്കങ്ങളുമായി സൂര്യയുടെ അടുത്തേക്ക് അഞ്ജലി വരുന്നത്. പക്ഷേ ഒടുവിൽ അഞ്ജലിയെ സൂര്യ കൈവിടുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.